ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സൈനിങ് അനൗൺസ്മെൻറ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആൻഡ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മോണ്ടിനെഗ്രോ താരം 30 വയസ്സുകാരനായ ദുസാൻ ലെഗറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് പറയുകയാണെങ്കിൽ IFT ന്യൂസ് മീഡിയയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ ഇപ്പോൾ നിലവിൽ കളിക്കുന്ന സെൻറ്റർ ബാക്കായിട്ട് കളിക്കാൻ കഴിയുന്ന നമ്മുടെ അലക്സാണ്ടർ എക്വൈഫ്, ഫ്രഞ്ച് താരം അലക്സാണ്ടർ എക്വൈഫ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ പോവുകയാണ്. താരത്തെ റിലീസ് ചെയ്യാണ്. പകരമാണ് ഈ പുള്ളി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലെത്തിയുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പോൾ ഈ അനൗൺസ്മെൻറ്റും പുറത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പായിട്ട് മാർക്കസ് മെർഗുലോ അതുപോലെ IFTWC ഒക്കെയാണ് ഈ പുള്ളിയുടെ പേര് പുറത്ത് വിട്ടത്, ദുസാൻ ലെഗറ്റർ. അപ്പോൾ ഈ താരത്തെക്കുറിച്ച് പറയാൻ 30 വയസ്സുകാരനാണ്. 1.90 മീറ്ററൊക്കെ താരത്തിൻ്റെ ഹൈറ്റൊക്കെ വരുന്നത്. അത്യാവശ്യം ഹൈറ്റുള്ള പ്ലെയറാണ്. അപ്പോൾ ഒരു സെൻറ്റർ ബാക്കാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ട് കളിക്കാൻ കഴിയും. ലാസ്റ്റ് ഹംഗേറിയൻ ഫസ്റ്റ് ടയർ ലീഗിലാണ് 18ഓളം മത്സരം ക്ലബിന് വേണ്ടി കളിച്ച് ഒരു അസിസ്റ്റ് അതിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഒരു സ്റ്റാറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 7 യെല്ലോ കാർഡുകളും ഒരു റെഡൊക്കെ നേടിയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം 16 കഴിയുന്ന തന്നെ 7 യെല്ലോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം യെല്ലോ ഒക്കെ വേങ്ങാൻ മിടുക്കുള്ളൊരു പ്ലെയറാണ് തോന്നുന്നു. പിന്നെ ഒരു സെൻറ്റർ ബാക്ക് ആൻഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡറൊക്കെ ആയിട്ടാണ് കൂടുതൽ കരിയറിൽ കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലിപ്പോൾ ഈ ലാസ്റ്റ് കളിച്ച ക്ലബ്ബിൽ തന്നെ 13 മത്സരം ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിച്ചു. അതുപോലെ 5 മത്സരം സെൻറ്റർ ബാക്കും ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു മിഡ്ഫീൽഡ് പൊസിഷനിലാണോ സെൻറ്റർ ബാക്ക് പൊസിഷനിലാണോ കളിപ്പിക്കുക എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ മിഡ്ഫീൽഡിലാണ് ഇപ്പോൾ ലാസ്റ്റ് സീസണിലൊക്കെ കൂടുതൽ കളിച്ചിട്ടുള്ളത്. അപ്പോൾ 2 പൊസിഷനും കളിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള ഇതുണ്ട് ഈ താരത്തിന്. കരിയറിൽ ഏറ്റവും കൂടുതൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിലാണ് കളിച്ചിട്ടുള്ളത്. 109ഓളം മത്സരം, പിന്നെ 64 മത്സരം സെൻറ്റർ ബാക്ക് ആയിട്ടൊക്കെയാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇനി സൈനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി പ്ലെയർ എന്നാണ് എത്തുക, ഫെബ്രുവരി പകുതിയൊക്കെ ആയിട്ടാണോ ഇനി എത്തുക, പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം അതേപോലെ ഉണ്ടായത് ജനുവരി ലാസ്റ്റിലൊക്കെ, ഇപ്പോൾ ജനുവരി പകുതിക്ക് സൈൻ ചെയ്തു. ഇനി പ്ലെയർ വരണമെങ്കിൽ 10-15 സീസൺ പിടിക്കും. അതിനൊക്കെ എത്തിയിട്ട് ടീമിനോടൊപ്പം ലിങ്ക് ആവാൻ ടൈം എടുക്കും. ഇവർ പിന്നെ 2 വർഷത്തെ കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്തിട്ടുള്ളത്. എന്തടിസ്ഥാനത്തിൽ അറിയില്ല. ഈ പ്ലെയർ ഇവിടെ ഒന്ന് ഫ്ലോപ്പായാൽ പിന്നെ ഈ പ്ലെയറിനെ ഒഴിവാക്കൽ റിസ്ക് ആവും. മിലോസിന് തന്നെ ഈ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതിൽ ഇപ്പോൾ വളരെയധികം ഖേദിക്കുന്നുണ്ട് ആരാധകരൊക്കെ എല്ലാവരും. അപ്പോൾ അതേപോലെ ഇപ്പം തന്നെ എക്സ്റ്റൻഷനൊക്കെ കൊടുത്തിട്ടൊരു പുതിയ മാനേജറെ പോലും സൈൻ ചെയ്തിട്ടില്ല. ഏത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 വർഷത്തെ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് 2026 വരെയൊക്കെ ഈ പ്ലെയറിനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. കണ്ടറിയാം മാജിക് ഒക്കെ എന്താവും എന്നുള്ളത്. അപ്പോൾ കണ്ടറിയാം ആരാണ് പോകുക എന്നുള്ളത്. അലക്സാണ്ടർ കൊയ്ഫിൻ്റെ താങ്ക് യു പോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. അതോ ഇനി മിലോസ് ആവോ പോകുക എന്നുള്ളതൊക്കെ കണ്ടറിയാൻ ഇപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.